ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ചപ്പാത്തിക്ക് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള കറിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ജീരകം വറുത്ത് പൊടിച്ച പൊടിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ബാക്കി ഓയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറിയ 2 കഷ്ണം കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, ചെറിയൊരു ബേ ലീഫ്, ഒരു 3-4 കുരുമുളക് ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കുക. ഇനി വലിയ ഒരു സവാള കട്ട് ചെയ്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ട് നിന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്താണ്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഒരു തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതോടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടുകൂടെ ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ട് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വീണ്ടും ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് തേങ്ങാപ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇനി മല്ലിയില ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറും ഉരുളക്കിഴങ്ങും ഉള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയിലൂടെ കഴിക്കാനൊക്കെ നല്ല കറിയാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.